എവിടേക്കടി? ആകാശത്തിൽ കൂടെ കസേരയിൽ ഇരുന്നിട്ട് പോവാം. നമ്മള് മലമ്പുഴയിലാണ് ഉള്ളത്. ഞങ്ങളിവിടെ എത്ര വയസ്സിലാ? 3 വയസ്സില്. തള്ളണേന് ഒരു കുറവില്ല ഗൈസ്. സംഭവം കൊള്ളാലേ ശരിക്കും. 71 ഉറുപ്പിക്ക് അടിപൊളിയാണ് കേട്ടോ മലമ്പുഴ റോപ്പ് വേ. ഇനി പുറന്തോട്ടത്തിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. പോകുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ്. ഇതിന്റെ മുന്നിൽ പോണത് നമ്മുടെ മൈ ട്രാവൽ ഗ്രൂപ്പിലത്തെ റിയാസ്ക്ക് അല്ല സലീംക്കാണ്. അടിയിൽ ഇതേ കുറെ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. ആരും കേൾക്കുന്നില്ല. ഇപ്പുറത്തേക്ക് കൂടെ ചേട്ടന്മാരും കൊണ്ട് ബുഷിൽ ആന തന്നെയാണ് ഇപ്പൊ ഷോണി കണ്ടിട്ടുള്ളത്. കൊള്ളാല്ലേ പരിപാടി കൊള്ളാം. എന്താ അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മള് പോണത്. ഇപ്പൊ മുന്നിൽ പോണ ആളൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പുറത്തുനിന്ന് വേറെ ടീമുകൾ വരുന്നുണ്ട്. അതെനിക്കറിയില്ല. ഇതാണ് മലമ്പുഴ. അതാണ് മലമ്പുഴ ഡാം. മലമ്പുഴയില് കുറച്ച് നാളായിട്ട് യക്ഷീനെ കാണാനില്ല. കാരണം യക്ഷീന്റെ ഒപ്പാണ് ഇരിക്കണത്. അങ്ങനെ ഉണ്ട് എക്സ്പീരിയൻസ്. അടിപൊളിയല്ലേ? ഞങ്ങളാ ആകാശത്താണ്. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മറ്റേ നേപ്പാളി ലുക്കിൽ ഒരു ടീം ഇതിൽ കയറുന്നത്. അത് ഷോണിയാണ്. എന്നെ ഇവിടെ ഒരു വീട് പാർക്കലിന് വരാൻ വേണ്ടി പിന്നെ കൊണ്ടുവന്നപ്പോ ഞാൻ ഇച്ചിരി അണിഞ്ഞൊരുങ്ങി പോയി. എനിക്കറിയാം മലമ്പുഴയിൽ ഇവിടെ കയറിയിരിക്കുന്നു. കൊള്ളാലേ. ഇനി അവിടെ പോയി എങ്ങനെ നമ്മൾ തിരിച്ച് നടന്നു വരുമോ? തിരിച്ച് ഈ വഴിയിൽ തന്നെ നമ്മളിങ്ങനെ വരില്ലേ? അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണമെങ്കിൽ വീണ്ടും എഴുത്തുന്നതിന്റെ കൊടുക്കേണ്ടി വരുന്നു തോന്നുന്നു. നോക്കിയോക്കാം. ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഭാഗ്യമുള്ളവരാണ്. മലമ്പുഴയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പാലക്കാട് ജില്ലയിലാണ്, എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 1955 പണിതതാണ് നമ്മുടെ മലമ്പുഴ ഡാം എന്ന് പറയുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ട് തന്നെ ഈ റോപ്പ് വേ ഉണ്ട്. ഇതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഗാർഡൻ ഉണ്ട്, നൂൽപ്പാലുണ്ട്. പിന്നെ ആ കാണുന്ന യക്ഷയെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരു പ്രശസ്ത കലാകാരൻ സിമെൻറ്റിൽ നിർമ്മിച്ച ഒരു അടിപൊളി ശില്പമാണ്. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോയി കാണാമല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം. എന്തോടെ ടാറ്റ. അത്യാവശ്യം ദൂരണ്ടല്ലേ? രസമാണ് കാട്ടിലൂടെ ഞങ്ങൾ. അങ്ങനെ നമ്മള് ഒരു ഡെസ്റ്റിനേഷൻ എത്തി. ഇവിടെ എത്തിയാലും നമുക്ക് ഇറങ്ങണ്ട. അങ്ങനെയൊക്കെ കാണിക്കും. അങ്ങനെയൊക്കെ സൗണ്ട് ഉണ്ടെങ്കിലും നമ്മൾ ഒരു കുഴപ്പമില്ലാതെ നമ്മൾ ദേ തിരിയുന്നു. തിരിക്കണം. ഇവിടെ ഞാന് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയണത്. ഇങ്ങനെ ഒരു അല്ലേ മലമ്പുഴയിലേക്ക് ഒന്നാമത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ. നമ്മള് തൃശ്ശൂർ വിട്ടിട്ട് എവിടെയാ പോയിട്ടുള്ളത്? ഞങ്ങള് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറയണത്. ഞാൻ സ്കൂളിലൊന്നും പഠിക്കാതെ നേരെ കോളേജിൽ പഠിച്ച കാരണം എനിക്കറിയില്ല. ഫ്രീ ആയിട്ടൊക്കെ വീട്ടിലിരിക്കുകയാണ് വെച്ചെങ്കിൽ ഈ വെക്കേഷനിൽ വരാൻ പറ്റിയ കാണാത്തവര്, കണ്ടവർക്കറിയാം, എന്നെ പോലെ കാണാത്ത ഒരുപാട് പേര് ഇനി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതേ ആണോ, ഇതൊക്കെ നല്ലൊരു വ്യൂ തന്നെ അല്ലേ. എന്തൊരു സന്തോഷം അത് കാണുമ്പോൾ. പിന്നെ അതേ ഇത് നമ്മുടെ ഫ്രണ്ട്സാണെന്ന് തോന്നുന്നുണ്ട്. യെസ്, അതെ, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 2 ഡാൻസേഴ്സ്. അടിപൊളി ഡാൻസർ. വാവ്, കൊള്ളാം. സൂപ്പർ. ശരിക്കൊരു 10-20 മിനിറ്റ് അല്ലേ? അത്രത്തോളം ഉണ്ട്. ടൈം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയില്ല, പക്ഷെ അത്യാവശ്യം ടൈമുണ്ട്. നമ്മൾ ചാടി ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ റെഡിയാണ്. അവിടെ ചെല്ലുന്നു.
അപ്പോൾ ഇറങ്ങാനും കയറാനൊന്നും വിചാരിച്ച പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആർക്കും സിമ്പിളായിട്ട് ഇറങ്ങാവുന്നേ. ഇതിങ്ങനെ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനിയും വരും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ.